പല്ലിശ്ശേരി സിനിമാ നിരൂപകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ പല്ലിശ്ശേരി, സാന്ദ്ര തോമസിന്റെ വാക്കുകൾ നമുക്കറിയാം. സാന്ദ്ര നേരത്തെ തന്നെ മമ്മൂട്ടിക്കെതിരെ പരാമർശം നടത്തിയത് തെറ്റായിപ്പോയി, അവർ അത് പിൻവലിക്കണമെന്ന വാദമൊക്കെ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നതാണ്. പക്ഷേ ഇന്നലെ അപർണ കുറുപ്പിനോട് അവർ ആവർത്തിക്കുന്നു, മമ്മൂട്ടി പറഞ്ഞത് വളരെ മോശകരമായി പോയി, തന്നെ മാനസികമായി തകർക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് മമ്മൂട്ടി ഭാഗത്തുനിന്നുണ്ടായത്, സമ്മർദ്ദം ചെലുത്തുക തന്നെയാണ് ഉണ്ടായത് എന്നു മാത്രമല്ല, മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന സമാന വനിതാ സംബന്ധിതമായ പരാതികൾ ഒതുക്കി തീർക്കാൻ സൂപ്പർ താരങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് വലിയ ആക്ഷേപമുണ്ട്. സാന്ദ്ര വലിയൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. സാന്ദ്ര ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയാണോ? അല്ല, സാന്ദ്ര പറഞ്ഞത് സാന്ദ്രയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളാണ്. അപ്പൊ ഓരോ വ്യക്തിക്കും ഉണ്ടായ അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അവര് തന്നെയാണ്. നമ്മള് പുറത്തു നിൽക്കുന്നവർ അത് കേൾക്കുന്നു, കാണുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഉറപ്പിച്ച് പറയുമ്പോൾ അവരഭിപ്രായം പറഞ്ഞു, അത് ഏത് യോഗ്യനായാലും ശരി, എത്ര വലിയവനായാലും ശരി, അവരെ കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ അഭിപ്രായം തന്നെയാണ്. അതിൽ ഞാൻ സാന്ദ്രയെ എതിർക്കുകയോ ഒന്നും പോകുന്നില്ല. പക്ഷെ വലിയവര് എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത്? വലിയവരുടെ അവരെ റെസ്പെക്ട് ചെയ്യുന്നത് അവരുടെ നിലപാടുകളിൽ നിൽക്കുമ്പോഴാണ്. ആ നിലപാടുകള് വലിയവനെ ഉയർത്താനും ചെറിയവരും താഴ്ത്താനും പാടില്ല. ഇപ്പൊ സാന്ദ്ര വളരെ കഷ്ടപ്പെട്ട് നടിയായിട്ട് വന്നു, പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ളതാണത്. അവര് ഈ ഇൻഡസ്ട്രിയിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരാളാണത്. അവര് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു, അവര് നോമിനേഷൻ തള്ളിപ്പോയി, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്, നിയമപരമായ കാര്യങ്ങളാണ്. അത് നമുക്ക് ഇടപെടുന്നത് ശരിയല്ല. പക്ഷേ ഏത് സംഘടനയിലും പുതിയൊരു ടീം വരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും നെഞ്ചിടിപ്പ് ഉണ്ടാവാറുണ്ട്. ആ നെഞ്ചിടിപ്പിന് പ്രധാന കാരണം അതുവരെ നിലനിർത്തി പോകുന്ന ചില സംഭവങ്ങളുണ്ട്. സ്ഥിരമായി കുറെ പേരിയ്ക്കുമ്പോൾ അതിന്റെ ചില പ്രശ്നങ്ങൾ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പുതിയതായി ആര് വന്നാലും അവിടെ GST അടയ്ക്കാൻ 10 കോടിയോളം രൂപയുടെ ഇതുണ്ട്, അതവർ അനുഭവിക്കേണ്ടി. ഈ 10 കോടി രൂപ ഇത്രയും വർഷമായിട്ട് കൊടുക്കാനുണ്ട് എന്ന് ഒരു കമ്മിറ്റിയിലും പറഞ്ഞിട്ടില്ല എന്നതുപോലെ തന്നെ. അപ്പൊ ആ പുതിയ കമ്മിറ്റി വരുമ്പോൾ ഇതിന് അന്വേഷണത്തിന്റെ ചോദ്യങ്ങൾ വരും. അപ്പൊ എന്നതുപോലെ തന്നെ ഇവരുടെ സംഘടനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു പുതിയ ഒരാൾ വരുമ്പോൾ ചോദിക്കാൻ ആളുണ്ടാവും എന്ന് ധരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു അപശബ്ദം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരുപക്ഷെ മമ്മൂട്ടി പറഞ്ഞാൽ സാന്ദ്ര സമ്മതിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല, നമ്മൾ അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലാത്തതാണത്. ആ പാടില്ലാത്ത എന്താണെന്ന് വെച്ചാൽ അത് മമ്മൂട്ടിയോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണത്. നമ്മളൊക്കെ വലിയ വലിയ ഗോഡ് ഫാദർമാർ വരാൻ ശ്രമിക്കുന്നതാണ് കാര്യം. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സാന്ദ്രയുടെ ഒരു പടം ലാസ്റ്റ് പടത്തിന് അതിൽ കുറെ തിക്താനുഭവങ്ങൾ സാന്ദ്രയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. തിക്താനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം അവരുടെ പടത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി 1-2 തിയേറ്ററുകളിൽ ചെന്ന് ചില സൂപ്പർ സ്റ്റാർ ആൾക്കാർ ഭീഷണിപ്പെടുത്തുകയും ബോർഡോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വ്യക്തമായിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു തറ പരിപാടികൾ ഇവിടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. എല്ലാ സിനിമയും എടുക്കുന്നു. ഇപ്പോ അഭിനയിക്കാൻ വന്ന ആൾക്കാർ താരരാജാക്കന്മാരായി, പിന്നെ അവർ ഇൻഡസ്ട്രി കീഴടക്കി, സിനിമ കീഴടക്കി, നിർമ്മാണത്തിൽ കൈവച്ചപ്പോ താഴേക്ക് അവർ നോക്കുന്നില്ല. അവര് മുമ്പ് ചെറിയ ചെറിയ ഉറുമ്പുകളായിരുന്നു എന്ന് അവർ ആലോചിക്കാറില്ല. ആ ഉറുമ്പുകളാണ് ആലോചിച്ചിരുന്നത്. ഈ ഉറുമ്പുകളെ ആർക്കും എപ്പോ വേണേ ചവിട്ടി അരച്ച് കളയാമായിരുന്നു. അതില്ലാതെ അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടത് ഇവിടുത്തെ പാവപ്പെട്ട പ്രൊഡ്യൂസർമാർ തന്നെയാണ്. ശ്രീ പല്ലിശ്ശേരി, നമ്മൾ ഈ സിനിമയിലെ തർക്കങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ നമ്മൾ ആലോചിച്ച അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഈ സൂപ്പർ താരങ്ങൾ, ഉദാഹരണം മമ്മൂട്ടി, മോഹൻലാൽ, ഇവരിൽ തന്നെ ഒതുക്കാം, ഇവരെന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല? കാരണം സിനിമാ മേഖല ഇങ്ങനെ വലിച്ചു കീറപ്പെടുമ്പോൾ ഇതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഇവർ രണ്ടുപേരുടെയും ഒരു ഇടപെടൽ ഉണ്ടായാൽ ഈ അവസ്ഥ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. അത് നിർമ്മാതാക്കളുടെ സംഘടനയിലാവട്ടെ, അമ്മ സംഘടനയിലാവട്ടെ, പൊതുവിൽ അതുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഈ പ്രശ്നങ്ങളെ ബോധപൂർവമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊരു ആക്ഷേപം കൂടിയാണ് ഉയർന്നു വന്നത്. യഥാർത്ഥത്തിൽ ഇവർ മുൻനിരയിൽ വന്ന് ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യേണ്ടതില്ലേ? അവരുടെ ഇമേജ് മാത്രം നോക്കി എന്നുകൊണ്ട് കാര്യമില്ല. ഇത് മലയാള സിനിമയുടെ നിലനിൽപ്പിന്റെ വിഷയമല്ലേ? അല്ലാതെ ഇപ്പൊ ഇതിങ്ങനെ നമ്മൾ പറയുമ്പോഴേ നമുക്കിപ്പോ ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ പവറുമുണ്ട്, നമ്മൾ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. കുറെ കാലം അങ്ങ് നടന്നിരുന്നു. പിന്നെ അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ വിശ്വസിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ ഈ വലിയ ആൾക്കാര് വഴിതെറ്റി പോകുന്നില്ലേ, അല്ലെങ്കിൽ സ്വാർത്ഥരാകുന്നില്ലേ, അവർക്ക് അവരുടേതായ ആൾക്കാരെ സംരക്ഷിക്കുന്നില്ലേ എന്ന തോന്നലുണ്ടാകുമ്പോൾ പിന്നെ ന്യായം പറയാമെന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ വില വെക്കണമെന്നില്ല.
അവിടെ വിമത ശബ്ദം ഉയരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒക്കെ ഭാഗമാണ് ഇത് പറഞ്ഞത്. പിന്നെ മോഹൻലാലിന്റെ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, മോഹൻലാൽ ഇപ്പോ തിക്താനുഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന്റെ പേരിലാണ് മോഹൻലാൽ മാറിയുന്നത്. പക്ഷെ മമ്മൂട്ടിക്ക് അത്ര അനുഭവം ഉണ്ടായിട്ടില്ല. മമ്മൂട്ടി അത്ര അനുഭവങ്ങളിൽ അത്ര റിസ്ക് ഉള്ള കാര്യങ്ങൾ മമ്മൂട്ടി ഏറ്റെടുക്കാറില്ല, ഇടപെടാറില്ല. മോഹൻലാൽ അങ്ങനെയല്ല. മോഹൻലാൽ ഇപ്പൊ എനിക്കറിയാം, കഴിഞ്ഞ 7 വർഷം മുമ്പ് തന്നെ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ആ 7 വർഷങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വ്യക്തി എന്ന നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പോകാനും പറ്റില്ല. അപ്പൊ പലതും കേട്ട് അപ്പൊ ചോദിക്കും, ഈ രംഗത്തുള്ള ആൾക്കാർ പലതും കേൾക്കേണ്ടി വരും. ഒരു സ്ഥാനത്തിരിക്കുമ്പോ കല്ലേറുണ്ടായിരിക്കും, പൂമാലുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും, എല്ലാം സഹിക്കാം. പക്ഷെ ചിലർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം താൻ സ്നേഹിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തിനാണ് ഇത് ചുമക്കുന്നത് ചോദിക്കുക. ആ രീതിയിലാണ് മോഹൻലാൽ പോയിട്ട്. ഇനി ഒരു കാലം വരുന്നത്, ഇനി ഇവിടെ നിന്നുള്ള കാലഘട്ടത്തില് ഒരാൾക്കും ഗോഡ് ഫാദർമാരാകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. കാരണം വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അത് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ശരി, ഈ പലിശ്ശേരി ഒരു കാര്യം കൂടി, അതായത് നമുക്കറിയാം ഈ സിനിമയിൽ ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അവർ ഇത് കുത്തകയാക്കി വെച്ചേക്കുന്നു. ഇപ്പം സിനിമയുടെ പ്രൊഡക്ഷൻ മുതൽ അതിൻ്റെ റിലീസിങ് വരെയുള്ള പ്രോസസ്സുകളിലെല്ലാം തങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലോബി മാത്രം മതി എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി ടെക്നോളജി സിമ്പിളായി, പുതിയ ആളുകൾ വരുന്നു, ചെറിയ ബഡ്ജറ്റിൽ സിനിമ വരുന്നു, പുതിയ പുതുമുഖങ്ങൾ വന്ന് ഹിറ്റുകൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം സിനിമയുടെ മറ്റൊരു രീതി കൂടി ഉണ്ടായിട്ടില്ല. ഉദാഹരണം, നമുക്ക് ഈ സാന്ദ്ര തോമസിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഇന്നലെ സാന്ദ്ര തോമസിൻ്റെ കഴിഞ്ഞ ദിവസം ഈ നോമിനേഷൻ കോടതി അംഗീകരിക്കാതെ വരുമ്പോൾ അത് ആഘോഷിക്കപ്പെടുകയല്ലേ മറുവശത്തുണ്ടായത്? നമ്മളത് കണ്ടതല്ലേ. അവരുടെയൊക്കെ പ്രതികരണം, ആ നിർമ്മാതാക്കളുടെ മറ്റ് പ്രതികരണം വളരെ ആഘോഷപൂർവ്വം അവരതിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രതികരണം നടത്തുകയാണ്. സാന്ദ്ര തോമസ് ഉന്നയിച്ച വിഷയങ്ങളുടെ മെറിറ്റ് അത് അവിടെ നിൽക്കട്ടെ എന്ത് തന്നെയായാലും. പക്ഷേ ആ സാന്ദ്രയുടെ പരാജയം, കോടതിയിലെ പരാജയം മറുവശത്ത് ആഘോഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ശബ്ദങ്ങളൊന്നും ഇനി പൊങ്ങരുത്, മറിച്ച് ഞങ്ങൾ തന്നെ മതി എന്നൊരു തോന്നൽ കൂടി അതിൻ്റെ അകത്തില്ലേ? അതിൽ നമ്മള് അതിനെക്കുറിച്ച് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്, അതായത് ഇപ്പോ നമ്മള് ഈ കൗരവര സദസ്സില് അപമാനിക്കപ്പെട്ട പാഞ്ചാലിയുണ്ട് വസ്ത്രാക്ഷേപം നടത്തുന്ന സമയത്ത്. അപ്പൊ അതിന്റെ ഒരു അനുഭവം പോലെ സ്ത്രീകളോടുള്ള ഇത്തരം പെരുമാറ്റങ്ങൾക്ക് നേരെ ശബ്ദം കുറവാണ് ശരിക്കും. ആ ശബ്ദം കുറയുന്നതിന്റെ ഒരു മാറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാള് നീയൊക്കെ ചെയ്താൽ ഇത്രയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് സ്ത്രീകളെ പോലും സപ്പോർട്ട്, ന്യായമായ കാര്യങ്ങൾക്ക് മതി, അന്യായമായ കാര്യങ്ങൾക്ക് വേണമെന്നില്ല. ന്യായമായ കാര്യങ്ങൾക്ക് സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്, പുരുഷന്മാർ ആ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ആലോചിക്കുക, ഈ പ്രശ്നങ്ങളിൽ ഈ സാന്ദ്രയോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ, ഇപ്പൊ മേജർ രവിയുടെ പേരും കൂടി വന്നിട്ടുണ്ട് അവിടെ. ഇപ്പൊ മേജർ രവി പിന്നെ കാലുമാറി. മേജർ രവി പറഞ്ഞപ്പോ ആ സംസാരമെല്ലാം റെക്കോർഡ് ചെയ്ത് അയാളൊക്കെ എന്തൊക്കെ പറഞ്ഞു സാന്ദ്ര പിന്നത് മാധ്യമത്തിന് മുമ്പിൽ തന്നെ കൊടുത്തിട്ടുള്ള. ഇങ്ങനെ സാന്ദ്രയുടെ കയ്യിൽ ഞാൻ അറിഞ്ഞിടത്തോളം കുറെ കാര്യങ്ങൾ, പലരും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പൊ തൽക്കാലം തോറ്റാലും അവര് 2 പടത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് മൊത്തം അവര് 9 സിനിമ ചെയ്തിട്ട് ആ 9 സിനിമയിലും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടിരിക്കുന്നത് സാന്ദ്ര തോമസ് ആണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ കോടതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കോടതിയുടെ കാര്യങ്ങളിൽ അത് ചിലപ്പോ കോടതി അലക്ഷ്യമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം എന്താ പറയുക, നമുക്കറിയാം ഇപ്പോ ശ്വേതാമാനന്റെ കേസിന്റെ ഒരു കോടതിയാണ് കൊടുത്തത്, പിന്നെ ഹൈക്കോടതിയോട് സ്റ്റേ ചെയ്തു. ഇങ്ങനെ കോടതികൾ നടക്കുന്നുണ്ട്. അത് പിന്നെ അവർ നിയമത്തിന്റെ വശങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണിത്. താൽക്കാലികമായിട്ട് ഇവരെല്ലാം ആർത്തു ഉല്ലസിച്ച് ചിരിച്ചെങ്കിലും അതൊരു വിജയത്തിന്റെ ചിരിയല്ല. കാരണം നമ്മുടെ കള്ളത്തരങ്ങള് കണ്ടുപിടിക്കാൻ വേറൊരു ടീം വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുള്ള ചിരിയായിക്കൂടെ? തീർച്ചയായിട്ടും അത് തന്നെയാണ് വിഷയം. കാരണം അത് ഒരു വശത്ത് ആഘോഷിക്കപ്പെടുമ്പോൾ സാന്ദ്ര ഒരുപക്ഷെ അവർ ഉന്നയിച്ച വിഷയം അത് കോടതിയിൽ അംഗീകരിക്കപ്പെട്ടോ ഇല്ലയോ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും